Hi all, welcome to Spur&Spices Chipotle. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉഴുന്നുവടയാണ്. അപ്പോൾ ഇതിന് വലിയ ആമുഖമൊന്നും വേണ്ടല്ലോ, എല്ലാവർക്കും പ്രിയപ്പെട്ട ഉഴുന്നുവട എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഉഴുന്നാണ്. ഇതിപ്പോൾ നമ്മളൊരു 3 മണിക്കൂറോളം കുതിർത്ത ഉഴുന്ന് ഒരു നല്ല പാത്രത്തിലേക്ക് ഒരു തുണി വിരിച്ചിട്ട് നമ്മളൊന്ന് വാലാൻ വെക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ അതിൽ ബാക്കിയുള്ള വെള്ളം കൂടെ ഈ തുണിയിലേക്ക് ഊർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയണത് ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞത്, കുരുമുളക് 1 ടീസ്പൂൺ, പച്ചമുളക് 5 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില 1 തണ്ട് ചെറുതായി അരിഞ്ഞത്. അപ്പോൾ നമുക്ക് നേരത്തെ വാലാനായിട്ട് എടുത്തു വെച്ച ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് കണ്ടോ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉഴുന്ന് കുറേശ്ശെയായിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്താ വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പോൾ മൊത്തത്തിൽ അരഞ്ഞു കിട്ടാൻ പാടുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചെടുത്ത് അരച്ചതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരയാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു 1-2 സ്പൂൺ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പാകം നോക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കാം. എന്നിട്ട് ഈ അരച്ചതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്തിട്ട് ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കഴിയുമ്പോൾ ഒട്ടും അനങ്ങാതെ ആ ഇട്ട പോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് കറക്റ്റ് പാകാന്നാണ് അർത്ഥം. ഇതുണ്ടോ, ഇതുപോലെ. ഇനി അരച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും കുരുമുളകും എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി ചൂടാക്കിയിട്ട് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് എങ്ങനെയാന്ന് വെച്ചാൽ ചിലർക്ക് ഇപ്പൊ കയ്യിലൊക്കെ ആക്കിയിട്ട് അതിൽ എണ്ണയിലേക്ക് ഇടാനായിട്ട് ഇത്തിരി പേടിയുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യാച്ച, ഒരു കണ്ണാപ്പ പോലത്തെയോ അല്ലെങ്കിൽ പരന്നിട്ടുള്ള ചട്ടുകായാലും മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് വെച്ച് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് അതിനെ അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് നടുക്കൊരു കുഴിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പതുക്കെ ഇനി ഒരു കോല് വെച്ചിട്ട് ഇതൊന്ന് വിടിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റിൽ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്ത് കോരിയിട്ട് അടുത്ത രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന രീതിയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം കൈ ഒന്ന് നനയ്ക്കണം. എന്നിട്ട് ഈ ഉഴുന്നുവടയുടെ മാവ് കയ്യിലെടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നടുക്കൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് നേരിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഉഴുന്നുവടയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസിയും സിമ്പിളും ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പം ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.
ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് കേട്ടോ ഞങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പിന്നെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പേഴ്സണലൈസ്ഡ് എന്ന ഓപ്ഷൻ മാറ്റിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഇൻബോക്സിലും വരും. സപ്പോർട്ട് ചെയ്തേക്കണേ.